ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു +2 മലയാളത്തിന്റെ ഓണം എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് കാരണം നിങ്ങൾ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ്, പ്രീവിയസ് ക്വസ്റ്റൻസ്, ചാപ്റ്റർ വൈസ് സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും തികച്ച സൗജന്യമായി നിങ്ങൾക്ക് എത്തിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ചേർത്ത് നേരെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് കണ്ണാടി കാൺവോളവും പ്രകാശം ജലം പോലെയാണ്, കിരാതവൃത്തം, അവകാശങ്ങളുടെ പ്രശ്നം. ഓക്കെ, അപ്പൊ കണ്ണാടി കാൺവോളത്തിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കണ്ണാടി കാൺവോളവും എന്ന പാഠഭാഗത്തിൽ ശകുന്തളയുടെ ന്യായവാദങ്ങളുടെ ഭാഗമായി കടന്നുവരുന്ന ലോകോക്തികളുടെ സമകാലിക പ്രസക്തി വിലയിരുത്തുന്ന കുറിപ്പ് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്: മത്തേഫം, ക്രുദ്ധസർപ്പം, അരയന്നം എന്നീ സൂചനകളിൽ പ്രകടമാകുന്ന ശകുന്തളയുടെ ജീവിത പശ്ചാത്തലവും ലോകവീക്ഷണവും വ്യക്തമാക്കാൻ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, പ്രകാശം ജലം പോലെയാണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: നിശ്ചയദാർഢ്യവും ഭാവനാശക്തിയുമുള്ള കുട്ടികളാണ് ടോട്ടോയും ജോവനും. നഷ്ടമായ ബാല്യകാല സൗഭാഗ്യങ്ങളെയും ജന്മദേശത്തെ തന്നെയും അവയിലൂടെ അവർ വീണ്ടെടുക്കുന്നു. ഈ പ്രസ്താവനയെ മുൻനിർത്തി പ്രകാശം ജലം പോലെയാണ് എന്ന കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്, പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ചെയ്യേണ്ടത് ചെയ്തിട്ട് ഈ പിള്ളേർ ഒരാണി പോലും സമ്മാനമായി വാങ്ങില്ല. പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ അമ്മയുടെ പ്രസ്താവനയിൽ എന്തു മനോഭാവമാണ് ഉള്ളത്? വിശദീകരിക്കുക. 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ്, കിരാതവൃത്തത്തിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പരിസ്ഥിതിയെ തകർത്തും പാർശ്വവൽകൃതരെ അവഗണിച്ചും നടപ്പിലാക്കുന്ന വികസനം ശരിയായ വികസനമല്ലെന്ന സന്ദേശമാണ് കിരാതവൃത്തം നൽകുന്നത്. ഈ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ കിരാതവൃത്തം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കാൻ 8 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ്, പഠിച്ചിരിക്കണം, പ്രധാനപ്പെട്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: മഴനീരിനു വേണ്ടി മാനം നോക്കിയിരുന്ന കാട്ടാളനുണ്ടായ അനുഭവം എന്തായിരുന്നു? വിശദമാക്കാൻ ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണിത്. ഓക്കെ, അവകാശങ്ങളുടെ പ്രശ്നം. ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് എന്താ ഉറപ്പ്? കച്ചവടക്കാരന്റെ ചോദ്യം ദിവാകരന്റെ തുടർന്നുള്ള അന്വേഷണത്തെ സ്വാധീനിക്കുന്നുണ്ടോ? വിശദമാക്കാൻ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. 6 മാർക്കിന് മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ദിവാകരൻ നിൽക്കുന്ന കടയ്ക്കുള്ളിലേക്ക് 2 കുട്ടികൾ കടന്നു വരുന്നതോടെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയുടെ ഭാവതലത്തിൽ വരുന്ന മാറ്റം വിലയിരുത്തുന്ന നിരൂപണ കുറിപ്പ് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പഠിച്ചിരിക്കണം. സെക്കൻഡ് യൂണിറ്റ് തനതിടം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കേശിനി മൊഴി, അഗ്നിവർണ്ണന്റെ കാലുകൾ. അപ്പൊ ഫസ്റ്റ് നമുക്ക് കേശിനി മൊഴിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ബാഹുകൻ തന്നെയാണ് നളൻ എന്ന നിഗമനത്തിൽ എത്തിച്ചേരുവാൻ ദമയന്തിക്ക് സാധിക്കുന്നത് എങ്ങനെ എന്ന് അറിഞ്ഞിരിക്കണം. 4 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: കേശിനിയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകളെ കവി ആവിഷ്കരിക്കുന്നത് എങ്ങനെ? വ്യക്തമാക്കാൻ ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ: നളനിൽ ഒരു അപരാധം പോൽ ഉണ്ടെന്നാകിലും കുലനാരി കരുത് കോപം പോൽ. കേശിനിയുടെ ഈ വാക്കുകൾ ഏത് കാലത്തും സ്ത്രീയോടുള്ള സമൂഹത്തിന്റെ പൊതു നിലപാട് കൂടിയാണോ? വ്യക്തമാക്കാൻ ചോദിച്ചിട്ട് 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പഠിച്ചിരിക്കണം. അടുത്തത് അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിശപ്പ് അധികാര കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുന്നത് പോലെ ഭയം സാധാരണക്കാരനെ അവിടെ നിന്നും അകറ്റുന്നു. അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന നാടകത്തിലെ കേവലരാമൻ, വിദൂഷകൻ എന്നീ കഥാപാത്രങ്ങളെ മുൻനിർത്തി വിലയിരുത്താൻ ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഉണ്ണായി വാര്യരുടെ കേശിനി എന്ന കഥാപാത്രവും കാവാലത്തിന്റെ അടിച്ചു തളിക്കാരി എന്ന കഥാപാത്രവും സമാനത പുലർത്തുന്നുണ്ടോ? പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പഠിച്ചിരിക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 മലയാളത്തിന്റെ ഓണം എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ
ചൂട് ഡിസ്ക്രിപ്ഷനും അതുപോലെ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ആയി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്താണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ.